പള്ളിയിൽ നിന്ന് വരുന്നു. 2016 ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത്. അത് ഞാനും എൻ്റെ ഹസ്ബൻഡുമായിട്ടായിരുന്നു വരുന്നത്. എനിക്ക് 2 വർഷമായിട്ട് മക്കളില്ലായിരുന്നു. അങ്ങനെ 2018 ഞങ്ങളിവിടെ വരികയും പ്രാർത്ഥിക്കുകയും നേർച്ച നേർന്നതിൻ്റെ ഫലമായി പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. എന്നാൽ 9ാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടി വയറ്റിൽ കിടന്ന് യൂറിൻ പാസ് ചെയ്യുകയും അത് തിരിച്ച് കയറിപ്പോവുകയും കുട്ടിയുടെ കിഡ്നിക്ക് വീക്കമുണ്ടാകുകയും സ്കാനിങ് റിപ്പോർട്ടിൽ കാണിച്ചു. അന്ന് ഞാൻ മാതാവിനോട് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2ാമത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ലാതായിട്ടാണ് കാണിച്ചത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്നെ 2021 ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. ആ സമയത്ത് കൊറോണ ടൈം ആയതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല. അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു, ഇവിടെ വാതിക്കൽ കൃതജ്ഞത എഴുതി കൃതജ്ഞത പെട്ടി സമർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൃതജ്ഞത പെട്ടിയിൽ സമർപ്പിച്ചിട്ട് പോയി. എന്നാൽ 2023 ജൂൺ മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് വയറുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും മോന് കിഡ്നിക്ക് പുറത്തേക്കുള്ള ട്യൂബിന് ബ്ലോക്കും, അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് യൂറിൻ മാത്രമേ പോവുകയുള്ളൂ. ബാക്കി കിഡ്നിയിൽ തങ്ങി നിൽക്കുകയും അങ്ങനെ കിഡ്നിക്ക് വീക്കം ഉണ്ടാകുകയും കിഡ്നിക്ക് പുറത്തേക്കുള്ള ട്യൂബിൻ്റെ ബ്ലോക്ക് മാറ്റാൻ സർജറി വേണമെന്നും പറയുകയുണ്ടായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു. അങ്ങനെ തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കി. പോകുന്ന സമയത്ത് ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ടായിരുന്നു പോയിരുന്നത്. അങ്ങനെ തിരിച്ചു വന്ന് പുതുക്കി. ആ സമയത്ത് ഞങ്ങൾ ജോസപ്പച്ചനെ കാണാൻ പറ്റി. സ്കാനിങ് റിപ്പോർട്ടും കൊണ്ടുവന്ന് ജോസപ്പച്ചനെ കണ്ടു. ജോസപ്പച്ചൻ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവന് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. അങ്ങനെ കാശ് രൂപ നൽകി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും അതേപോലെ സന്ധ്യ കഴിഞ്ഞ് പച്ചത്തിരി കത്തിച്ചിട്ടുള്ള പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു. എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ 3 കെട്ട് പത്രം ആർക്കും കൊടുത്തില്ല. അതേപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. സാമ്പത്തികമായി ആരെയും സഹായിക്കുകയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു. അതുമാത്രമല്ല MCU ചെയ്യണമെന്ന് പറഞ്ഞു. MCU എന്ന് പറഞ്ഞാൽ മൂത്രനാളത്തിൽ കൂടെ ട്യൂബ് കടത്തിയിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു. അതിലൂടെ വ്യക്തമായി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുകയുള്ളായിരുന്നു. അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു പോയ സമയത്ത് ഞാനിവിടെ വന്ന് മോൻ്റെ പേരിൽ ഒന്നും കൂടെ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു, മാതാവേ ഇനി വരുന്ന സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ മോന് ഒരു കുഴപ്പവും ഉണ്ടാകരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് മുടങ്ങാതെ പത്രം വാങ്ങി അടുത്തുള്ള ആളുകൾക്കും, അതേപോലെ എൻ്റെ അമ്മ ഹോസ്പിറ്റലായിരുന്നു വർക്ക് ചെയ്യുന്നത്, അങ്ങനെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്കും കൊടുത്തു. എല്ലാ ചൊവ്വാഴ്ചയും ജോസപ്പച്ചൻ്റെ ധ്യാനം യൂട്യൂബിലൂടെ കാണുകയും അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു. സാമ്പത്തിക സഹായ ആ സമയത്ത് ഒരുപാട് പേര് എന്നോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുക്കലും വന്ന് ചോദിച്ച എല്ലാവർക്കും തന്നെ സാമ്പത്തിക സഹായം ചെയ്തു. അതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കുട്ടികളുടെ അസുഖത്തെക്കുറിച്ചും ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും കൃപാസനത്തിൽ വരണം, ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി ഒരുപാട് പേരുടെ മനസ്സിൽ മാതാവിനെക്കുറിച്ചുള്ള ഭക്തി വർദ്ധിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു. അതേപോലെ എൻ്റെ മോൻ്റെ വയറ്റിൽ എല്ലാ ദിവസവും ഉടമ്പടി തൈലം ഞാൻ പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് ഉടമ്പടി കാശ് രൂപം കൊടുത്തു വിടുകയും അവൻ്റെ വായിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി വിട്ടത്. അങ്ങനെ പിന്നീടുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ മോന് പൂർണ്ണ സൗഖ്യമാണ് മാതാവ് തന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് 6 മാസം കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു. അതും കൂടെ ചെയ്ത ഒരു കുഴപ്പമില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇതോടെ നിർത്തിയേക്കാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതിന് മാതാവ് എനിക്ക് തന്ന, എൻ്റെ കുടുംബത്തിന് തന്ന വലിയ അനുഗ്രഹത്തിന് 1000 നന്ദി ഞാൻ കൃപാസന മാതാവിൽ സമർപ്പിക്കുകയാണ്. പിന്നെ എൻ്റെ ഏറ്റവും ഇളയ കുട്ടിക്ക് 1 വയസ്സ് തൊട്ട് ചെവിയിൽ നിന്ന് എപ്പോഴും പഴുപ്പ് വരികയായിരുന്നു. പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു. പഴുപ്പ് കൂടുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ചെവിയിൽ പുരട്ടി കൊടുക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ മോന് പൂർണ്ണ സൗഖ്യമാണ് മാതാവ് തന്നിരിക്കുന്നത്.